Hello friends, it's me Aishani Samal and you're watching Aishani Samal Diaries. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഹാൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ സാധനവും ഞങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ കുറച്ച് പാർട്ട് 2 വരുന്നുണ്ട്. എനിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട്. എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാഗ്, പൗച്ച്, പിന്നെ A4 ഷീറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് ഉള്ളത്. അപ്പം പാർട്ട് 2 എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ട് 1 ആണല്ലോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്, അതാണ് ഇച്ചിരി വലിപ്പം. പിന്നെന്താണ് കിറ്റ്, ലഞ്ച് ബോക്സും കിറ്റൊക്കെ നമ്മൾ ഓൺലൈനിലായിരിക്കും ഓർഡർ ചെയ്യുക. പറയാൻ പറ്റില്ല, അത് ഓൺലൈനിലായിരിക്കും ഓർഡർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഐറ്റംസ് എന്താ വെച്ചാൽ ഞാൻ ബാദുഷയിൽ പോയി. അവിടുന്ന് കിറ്റൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ A4 ഒക്കെ വീണ്ടും പോയി വാങ്ങാമെന്ന് പറഞ്ഞു അമ്മ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പാർട്ട് 2 വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാർട്ട് 2 വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഷോർട്സ് ആയിട്ട് ഇടാനാണ്. ബിക്കോസ് വലുതായിട്ടൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. അതൊരു ഇനി കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കിറ്റ് ഓൺലൈനിൽ നിന്ന് കൊണ്ടുവരണം, ഓൺലൈനിൽ നിന്ന് വാങ്ങണം. പിന്നെ ലഞ്ച് ബോക്സ്, അങ്ങനെ കുറച്ച്. പിന്നെ ബാഗിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ബാഗ് നമ്മൾ 2 ബാഗും വാഷ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതായിട്ടുണ്ട്. എനിക്ക് അച്ഛൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം വന്നിട്ട് ബാഗ് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സംഭവം തന്നെ ആക്കില്ല, ചിലപ്പം വേറെ ബാഗ് ആക്കും. അതൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞാൻ കാണിച്ചു തരട്ടോ നിങ്ങൾക്ക്. എനിക്ക് അറിയില്ല കറക്റ്റ് എവിടെ നിന്ന് തുടങ്ങണം എന്നത്, അത്രയും സാധനങ്ങളുണ്ട്. കറക്റ്റ് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഫസ്റ്റ് പൊതിന്ന് നിങ്ങൾ പൊതിന്ന് തുടങ്ങാം കേട്ടോ. പൊതിന്ന് തുടങ്ങാം ഗൈസ്. ഇതാണ് കേട്ടോ പൊതി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കവറിന് ഞാൻ പൂരിയിട്ട് ഞാൻ തന്നെ എടുത്ത് വെക്കണം. അല്ല, നമ്മളിങ്ങനത്തെ ഒരു മെറ്റീരിയലില്ലേ, അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് ടൈപ്സ് ഇങ്ങനെ പറയുന്നത്, ഇതിൻ്റെയും ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ നമ്മൾ ഇത്ര നേരം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 5 എണ്ണം കേട്ടോ വാങ്ങിച്ചേ. ഇതിപ്പോൾ 4 എണ്ണമാണ് നിങ്ങൾ കാണുന്നത്. നമ്മളിങ്ങനത്തെ ഒരു 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ നമ്മൾ പൊതിഞ്ഞു. സോ അതുകൊണ്ട് 4 എണ്ണം ആണ് ഈ ബാക്കിയുള്ളത്. ഇതൊക്കെ ഇനി കവർ ചെയ്യണം. പിന്നെ ഞാൻ കവർ ചെയ്യുന്ന ബുക്സും കാണിച്ചു തരാം കേട്ടോ. ഞാനൊരു 10 ബുക്കൊക്കെ കവർ ചെയ്തിട്ട് 10-12 ബുക്കൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ആ പച്ച ഇത് വെച്ചിട്ട് 12 ഒന്നല്ല, ഒരു 14 എണ്ണമൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് പച്ച ഇത് വെച്ചിട്ട്. ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിന് കളർഫുൾ ആയിക്കോട്ടെ എന്ന്. ഇനിയിപ്പം എൻ്റെ ടെക്സ്റ്റ് ബുക്കും ഇതെനിക്കിപ്പോൾ ഒന്നും കൂടെ വാങ്ങേണ്ടി വരും ഗൈസ്. ഒറ്റ ഒന്നൊരു 30 രൂപയാണ്. അപ്പോൾ 5 എണ്ണം ഇങ്ങനത്തെ ഒരു സെറ്റ് പാക്കിൽ വരുന്നതാണ്. അതിന് എത്രയായിരുന്നു? 150 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ വാങ്ങിച്ച് എവിടെ നിന്നാണെന്ന് അറിയുമോ? വടൂർ കണ്ടിന്നാണ്. അതിവിടെ ഹോൾസെയിൽ ഷോപ്പാണ്. പിന്നെ ഞാനൊരു നോർമൽ ഓറഞ്ച് പൊതി എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സപ്പോസ് നോട്ടിനാണല്ലോ നമ്മൾ ഇങ്ങനത്തെ ചെറുപ്പം വാങ്ങുക. അപ്പോൾ ഇതൊന്നും തികഞ്ഞില്ലെങ്കിൽ ഇതെടുക്കാനാണ്. ഇത് അനിയൻ്റെ ഇതിനായിട്ടാണ് നമ്മൾ എടുത്തത് കേട്ടോ. ബിക്കോസ് ഞാൻ കുറേ കാലമായി ഗൈസ് ഓറഞ്ച് തന്നെ കൊണ്ടുവന്നു. എൻ്റെ അനിയൻ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഓരോ പ്രാവശ്യം കൊണ്ടുപോയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓറഞ്ച് ആയിരുന്നു കേട്ടോ. പിന്നെ ഗൈസ് ലേബിൾ നമ്മുടെ നെയിം സ്ലിപ്പ് കാണിച്ചു തരാം. ലേബിൾ എന്നൊക്കെയാണ് പറയുക. നെയിം സ്ലിപ്പ് ഞാൻ ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു ഇതാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ അകത്ത് കണ്ടോ 48 ലേബിളുകൾ വരും. എന്ന് വിചാരിച്ചാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു നെയിം സ്ലിപ്പിൻ്റെ ഇതാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് 3 ഇതുണ്ടാവും. 1 2 3 ഇങ്ങനെ 3 ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഉച്ച ആയതുകൊണ്ടാണ് സ്പൊട്ട ലൈറ്റാണ് ഉച്ചയ്ക്ക്. ഞാനിപ്പോൾ എത്ര ലൈറ്റ് ഇട്ടു? 1 2 3 5 ലൈറ്റ്സ് ഇട്ടു, എന്നിട്ടും ഒരിതില്ല.
ഇങ്ങനെ ഇതുപോലത്തെ ഒരു പാക്കറ്റിൻ്റെ അകത്ത് 3 എണ്ണം കിട്ടും. അപ്പം ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ നമ്മൾ എത്ര എണ്ണം വാങ്ങിച്ചേ? നമ്മൾ 2 എണ്ണം കേട്ടോ വാങ്ങിച്ചേ. ഇത് 3 എണ്ണം ഇത് അധികമായിട്ട് വാങ്ങിയ പോലെ കേട്ടോ ഗൈസ് തോന്നുന്നത്. ഐഡിൻ്റെതാ ഇതൊക്കെ ഇങ്ങനെ ഫിനിഷ് ആയിട്ട് നമ്മൾ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ ഗൈസ് എനിക്ക് അവിടെ തപ്പിയപ്പോൾ കിട്ടിയില്ല. ഞാൻ നോർമൽ നെയിം സ്ലിപ്പിൻ്റെ ആളാണ്. ഒരു പ്രാവശ്യം പോലും എനിക്ക് നോർമൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ അവരോട് പോയി ഇത് വാങ്ങിയ ദിവസം ഞാൻ ചോദിച്ചു നോർമൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നോർമൽ ഉണ്ടായിരുന്നു, നേരത്തെ വരുവാണെങ്കിൽ കിട്ടുമായിരുന്നു. പിന്നെ യൂണിക്കോൺ ഗൈസ്, ഇതിനെത്ര? ഇതൊരു സെറ്റ് യൂണിക്കോണാണ്. ഒരു പേപ്പർ പോലത്തെ മെറ്റീരിയലാണ് ഇട്ടത്. പിന്നെ ഗൈസ് ഞാൻ ഓരോത്തിൻ്റെ റേറ്റ് പറയാം. ഇതിന് 12 രൂപയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ 24 രൂപയാണ് കേട്ടോ ഈ 2 ഇതിനും. പിന്നെ ഈ ലേബിൾസിനൊക്കെ 10 രൂപയാണ്. നമ്മളൊരു സെറ്റ് ഇത് പറഞ്ഞില്ലേ, അപ്പം അങ്ങനെ 30 രൂപ അതാണ് അങ്ങനെ ലേബിളുകളിന്. പിന്നെ ഗൈസ് ഈ ഒരു ഇതാണ് ഐഡിൻ്റെ കിറ്റ് കേട്ടോ. പുതിയ നല്ല കിറ്റാണ്. എനിക്ക് അവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അപ്പം ഞാനത് വാങ്ങിച്ചിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ച് ഹോം സംഭവങ്ങൾ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വാങ്ങി. അപ്പോൾ ഗൈസ് ഞാനിതെല്ലാം കുടഞ്ഞു, പേപ്പർ മാത്രമേ ഉള്ളൂ. ഗൈസ് ഇതായിരുന്നു അവൻ്റെ കിറ്റ് കേട്ടോ. അവർ സ്പൈഡർമാൻ കിറ്റാണ്. ഞാൻ ഓരോരോ ആക്സസറീസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മളൊരു സ്കെയിൽ വാങ്ങിയിട്ട് നടരാജൻ്റെ. ഇതിന് വാങ്ങിച്ചിട്ടില്ല, അത് വിട്ടുപോയി. ലാസ്റ്റ് ദിവസം പോയി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പാർട്ടി ചൂടുമല്ലോ, അപ്പോൾ പോയി വാങ്ങാം. പിന്നെ ഗൈസ് നമ്മളിതാ ക്രയോൺസ് വാങ്ങിച്ച്. ഇതൊന്ന് ഡോംസിൻ്റെ ഒരു 12 എണ്ണം ഉള്ളതാണ്. എത്രയായിരുന്നു? 10 രൂപയൊക്കെ ഉള്ളൂ. ഇതിന് 35 രൂപ കേട്ടോ. ക്യാമൽ 35 രൂപയാണ്. ഈ ഐറ്റംസ് ഇങ്ങനത്തെ ക്രയോണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ കിറ്റ്, നെയിം സ്ലിപ്പ്, ഇതൊക്കെ നമ്മൾ ബാദുഷേന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ വടൂർക്കണ്ടിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇങ്ങനത്തെ ഒരു ബോക്സ് ഐഡിനാണ് കേട്ടോ. ഇങ്ങനെ തുറക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇങ്ങനത്തെ ഒരു ബോക്സ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ സ്കൂളിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ് ടിഷ്യൂ. അതെനിക്ക് എന്തായാലും വേണം, ബിക്കോസ് പനിയൊക്കെ ആകുമ്പോൾ. പിന്നെ ഒരു സ്കെച്ച് പെന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പൊളിഞ്ഞു വന്നിട്ടോ. ഇതൊരു അപ്സരേൻ്റെ 2-in-1 എറേസർ ആൻഡ് കട്ടർ സംഭവം കേട്ടോ. ഇവിടെ എറേസർ ഉണ്ടാവും, ഇവിടെ ഷാർപ്പ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ടെക്സ്റ്റ് കളക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഷാർപ്പ് ചെയ്താൽ താഴെ വരും. അപ്പം അങ്ങനെ അത് എത്ര എടുത്തു? അത് 2 എണ്ണം ടോയ്സ് എടുത്ത്. അവൻ്റെ പോയ ദിവസം കൊല്ലും. അവൻ്റെ ഗ്രീൻ കളറാണ്, അതവൻ കൊല്ലും ഗൈസ്. പിന്നെ ഉള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫെവിക്വിക്ക്. ഇതെന്താ നിങ്ങൾ പേര് എഴുതിയെന്ന് വിചാരിക്കേണ്ടാവും കേട്ടോ. അത് പറഞ്ഞു എൻ്റെ നിൻ്റെ ആയിട്ട് ഒരു മാറ്റം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടാണ് പേര് എഴുതി വെച്ചത്. പിന്നെ നമ്മളൊരു പെർമനൻറ്റ് മാർക്കർ ലേബിളിൽ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ലെക്സീൻ്റെ ഒരു പെണ്ണ് കേട്ടോ. ലെക്സീൻ്റെ ബ്ലാക്ക് പെന്നാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ അകത്ത് 10 എണ്ണം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. ഇതൊക്കെ നമ്മൾ വടൂർക്കണ്ടിയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ബാദുഷയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ ഗൈസ് പൗച്ച് കഴിഞ്ഞ വർഷത്തെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനത്തെ എഴുതി വെച്ച് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ അതൊക്കെ ലാസ്റ്റ് വീഡിയോയിലാണ് കാണിക്കുക. പിന്നെ ഗൈസ് ഞാനൊരു അംബ്രല്ല വാങ്ങിച്ചിട്ടോ. എൻ്റെ അംബ്രല്ല നിറച്ച് നാശമായിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു മുത്ത് പോലത്തെ അംബ്രല്ല. ഇനി ഞാൻ ബുക്സ് കാണിച്ചു തരാം. ഗ്രീൻ കൊണ്ട് കവർ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് കേട്ടോ ബുക്സ്. ഇതൊക്കെ ഞാൻ ഐഡിൻ്റെ ലേബിളുകളാണ്. ഇതൊക്കെ ഐഡിൻ്റെ ആണ് കേട്ടോ. അവൻ എപ്പോഴും ഇങ്ങനെ ചെറുതാണ് നമ്മൾ മേടിക്കുക, അവൻ്റെതാണ്. ഇതൊക്കെ നമ്മൾ ഗ്രീൻ കളർ കൊണ്ട് പോയിട്ടാണ്, പക്ഷെ അങ്ങനെ വിസിബിളൊന്നും അല്ല ഗൈസ്. പിന്നെ ഗൈസ് എനിക്ക് വേണ്ടിയിട്ട് ഇത്രയ്ക്കും ബുക്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ എത്രയാണ്?
1 2 3 4 5 6 7 8 9 10 11 12 13 14 14 എണ്ണം നമ്മൾ